നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഏത് പോയിന്റിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഡോക്ടർ അത്? ഒരു കുഞ്ഞിനെ നെല്ലിശ്ശേരിയിലേക്ക് വേണമെന്ന് പറയുന്നതുകൊണ്ട് അവന്റെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല അർച്ചന. നീയും സച്ചിയും വേർപിരിയലിന്റെ വക്കിലായിരുന്നല്ലോ. ഇപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെയെന്ന് അറിയാനാവും ഈ കുഞ്ഞിനെ കുറിച്ചുള്ള പറച്ചിലൊക്കെ. ഇനിയും അവന്തികയ്ക്ക് അവധി കൊടുക്കുന്നത് അപകടമാണ്. അവളെ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്കറിയാത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഉടനെ ഒരു തീരുമാനം ഉണ്ടാകും. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാലും അവരിപ്പോ എത്ര പേരത് വിശ്വസിക്കുന്നതോട് നോക്കണം. ഒരു ഉത്തമ സ്ത്രീയായി അഭിനയിച്ച് എല്ലാവരെയും അവന്തിക വശത്താക്കി കഴിഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞാലും എന്റെ സച്ചേട്ടൻ പോലും ഇതൊക്കെ വിശ്വസിച്ചൊന്നും വരില്ല. ഒരു വീട്ടിലെ കേവലം നാത്തൂമ്പോരായിട്ടേ ഇതിനെ എല്ലാവരും കാണൂ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. ബാക്കി ഒരേ ഒരു ചാൻസ് മാത്രമേ നമുക്ക് കിട്ടൂ. അതിൽ തോറ്റുപോയാൽ പിന്നീട് അങ്ങോട്ട് എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും നടന്നില്ല എന്ന് വരും. അർച്ചന ഒന്ന് ശരിക്കും ഓർത്തു നോക്കിയേ. അവന്തികയെ പൂട്ടാനുള്ള എന്തെങ്കിലും എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോന്ന്. ചിലപ്പോ ഉണ്ടെങ്കിലും. ഒരു സാധ്യതയുണ്ട്, പക്ഷേ അതത്ര എളുപ്പമുള്ള വഴിയല്ല. താൻ കാര്യം പറയും, നമുക്ക് നോക്കാം. നെല്ലിശ്ശേരി കമ്പനിയില് പഴയൊരു മാനേജർ ഉണ്ടായിരുന്നു. സാർ, ഞാനിതെല്ലാം ചെയ്തത് ഈ അവന്തിക മേഡം പറഞ്ഞിട്ടാണ് സാർ. എന്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അവന്തിയുടെ കള്ളക്കളികള് കുറെയൊക്കെ അയാൾക്കറിയാം. പക്ഷെ അയാളുടെ പേരോ മേൽവിലാസമോ ഒന്നും എനിക്കറിയില്ല. അയാളുടെ പേര് വിജയ് എന്നാ. മേൽവിലാസമൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പുണ്ട്, അവന്തിയെ കുറിച്ച് അയാൾക്ക് എന്തോ എന്നോട് പറയണമെന്നുണ്ടായിരുന്നു. അതിനയാള് കുറെ ശ്രമിക്കുകയും ചെയ്തതാ. ഇത് ഞാനാ മേഡം, വിജയ്, കമ്പനിയിലെ മാനേജർ. മനസ്സിലായി. നിങ്ങളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതല്ലേ, പിന്നെന്തിനാ വീണ്ടും വിളിക്കുന്നത്? മേഡം മേഡം എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് ചില ഡോക്യുമെന്റ്സ് മേഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. മതി, ഇത്രയും മതി. ഇനി എന്താ വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.